ഒരു വീട് വാങ്ങാൻ ഉദ്ദേശിക്കുമ്പോൾ പ്രധാനമായിട്ടും നമ്മൾ ഹോം ലോൺ ഡിപ്പെൻഡ് ചെയ്താണ് ഏതാണ്ട് നല്ലൊരു ശതമാനം ആളുകളും മുന്നോട്ട് പോകുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ഒരു ഹോം ലോൺ അവൈൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ്, എന്തൊക്കെയാണ് അതിൻ്റെ ചലഞ്ചസ് എന്നൊന്ന് നോക്കാം. പ്രധാനമായും നമ്മളൊരു വീട് ഒരു റെസിഡൻഷ്യൽ ഡെവലപ്പറുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ അവരുടെ ആ പ്രൊജക്റ്റ് ഏതൊക്കെ ബാങ്കുകൾ അപ്രൂവ് ചെയ്തിട്ടുണ്ട് എന്ന് നോക്കിയാൽ നമ്മുടെ ക്രെഡൻഷ്യൽസ് മാത്രം സബ്മിറ്റ് ചെയ്ത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്കൊരു ലോൺ ലഭ്യമാക്കാവുന്നതാണ്. തീർച്ചയായിട്ടും അവിടെ നമ്മുടെ ഒരു എലിജിബിലിറ്റി, അതായത് നമ്മുടെ ഇൻകം എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഒബ്വിയസ്ലി നമ്മുടെ സിബിൽ സ്കോർ പോലുള്ള കാര്യങ്ങൾ, പ്രായം, ഇതൊക്കെ ബാങ്കുകൾ ക്രോസ് ചെക്ക് ചെയ്യും. അപ്പോൾ ഒരു നല്ല സിബിൽ സ്കോറും സാമാന്യം തിരക്കേടില്ലാത്ത ആളുകളെ സംബന്ധിച്ച് ഈ ഒരു ലോൺ എടുക്കുക എന്ന് പറയുന്നത് ഒട്ടും പ്രയാസമുള്ള ഒരു കാര്യമല്ല. സാധാരണഗതിയിൽ നമുക്കൊരു വീടിൻ്റെ വിലയുടെ ഒരു 80% വരെയാണ് ബാങ്കുകൾ ലോണായി തരുന്നത്. ചില കേസുകളിൽ അത് കുറച്ചുകൂടിയൊക്കെ മുകളിലേക്ക് പോകാറുണ്ട്. അതുപോലെ അമ്യൂണിറ്റീസ് എന്ന് പറയുന്ന, അതായത് നമുക്ക് ഇൻറ്റീരിയർ ചെയ്യാൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി വരുന്ന തുകയുടെയും 1% ബാങ്കുകൾ ലോണായിട്ട് തരാറുണ്ട്. നമ്മൾ കൊടുക്കേണ്ടതായ ഈ 20% ബിൽഡർക്ക് അല്ലെങ്കിൽ ഡെവലപ്പർക്ക് പേ ചെയ്ത് കഴിയുമ്പോഴാണ് ബാങ്കിൻ്റെ സൈഡിൽ നിന്നുള്ള ഡിസ്ബേഴ്സ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുക. ഇനിയിപ്പോൾ നമ്മൾ 80% എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ 50% മതിയെങ്കിൽ നമ്മൾ കൊടുക്കേണ്ട തുകയുടെ പേയ്മെൻറ്റിന് ശേഷമാണ് ബാങ്കിൻ്റെ ഒരു ഡിസ്ബേഴ്സ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുക. ചില കേസുകളിൽ ബാങ്ക് നമ്മൾ കൊടുത്തതിന് ആനുപാതികമായിട്ട് കൊടുക്കുന്ന ഒരു രീതിയും നിലവിലുണ്ട്. അത് ബാങ്കുകളുടെ ഒരു പോളിസി അനുസരിച്ച് ബാങ്ക് ടു ബാങ്ക് ഡിഫറൻ്റ് ആയിരിക്കും. ഇതിൻ്റെ ഒരു റീപേയ്മെൻ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ഓൺഗോയിങ് പ്രൊജക്റ്റിൽ വാങ്ങിക്കുമ്പോൾ സ്റ്റേജ് വൈസ് പേയ്മെൻറ്റ്സ് ആണ് വരുന്നത്. അപ്പോൾ ബാങ്ക് ഡിസ്ബേഴ്സ് ചെയ്ത തുകയുടെ പ്രീ EMI, അതായത് സിമ്പിൾ ഇൻട്രസ്റ്റ് മാത്രം നമ്മൾ അടച്ചു പോയാൽ മതി. EMI സ്റ്റാർട്ട് ചെയ്യുന്നത് മുഴുവൻ തുകയും ഡിസ്ബേഴ്സ് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും, അതല്ലെങ്കിൽ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ആയതിനു ശേഷമായിരിക്കും. അപ്പോൾ നമുക്കിപ്പോൾ മുഴുവൻ തുകയും നമുക്ക് ആവശ്യം വന്നില്ലെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് നമ്മളൊരു 50 ലക്ഷം രൂപ ലോൺ എടുത്തു, നമുക്ക് 50 ലക്ഷം ആവശ്യം വന്നില്ല, നമുക്കിപ്പോൾ ഒരു 30-35 ലക്ഷം രൂപ മതിയായി, ബാക്കി നമ്മൾ അതിന് അറേഞ്ച് ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അത്ര മതി എന്ന് ബാങ്കിന് എഴുതി കൊടുക്കാം. എന്നിട്ട് നമുക്ക് റീപേയ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യാം.